ഇടുക്കിയുടെയും തേക്കടിയുടെയും ഒക്കെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം. തേക്കടിയിൽ നിന്നും 15 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചെല്ലാർകോവിൽ അരുവിക്കുഴി വാട്ടർഫോൾസ്. വിവിധങ്ങളായ ചെറു കാട്ടുചോലകൾ മുകളിൽ നിന്ന് ഒരുമിച്ചെത്തി അരുവിക്കുഴിയിലെത്തുകയും അരുവിക്കുഴിയിൽ വെച്ചതൊരു വലിയ വെള്ളച്ചാട്ടമായി മാറി താഴേക്കൊഴുകുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വരുന്ന സഞ്ചാരികൾ ഒരു വെള്ളച്ചാട്ടം മാത്രം പ്രതീക്ഷിച്ചായിരിക്കും വരുന്നത്. പക്ഷേ ഒരു വെള്ളച്ചാട്ടം മാത്രം പ്രതീക്ഷിച്ച് വരുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് വലിയൊരു കാഴ്ചയാണ്. ആ കാഴ്ച ഒന്ന് കണ്ടുനോക്കുക. ഞാൻ പറഞ്ഞ ആ മനോഹര കാഴ്ച മുഴുവൻ തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ആ കാണുന്നതാണ് ഗൂഡല്ലൂര്. അതുപോലെ തന്നെ ഇതെല്ലാം കമ്പം ഏരിയകളാണ്. ഇനി ആ കാണുന്ന മലനിരകൾ അത് മുഴുവൻ പശ്ചിമഘട്ട മലനിരകളും അപ്പുറത്തേക്ക് പോകുമ്പോൾ മേഘമലയുമാണ്. ഇടുക്കി ചെല്ലാർകോവിലിൽ നിന്ന് ആരംഭിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പൂർണ്ണ രൂപം കാണണമെങ്കിൽ കേരളത്തിൽ നിന്നാൽ പോരാ, തമിഴ്നാട്ടിലെത്തണം. കാരണം ഇവിടെ നിന്ന് ആരംഭിക്കുന്ന ഈ വെള്ളച്ചാട്ടം ഒഴുകി താഴേക്ക് പതിക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ഈ വേലിക്കപ്പുറം തമിഴ്നാട് വനം വകുപ്പിൻ്റെ സംരക്ഷിത മേഖലയാണ്. തമിഴ്നാടിൻ്റെ ഭാഗമായ കമ്പം, ഗൂഡല്ലൂർ ഭാഗങ്ങളിൽ നിന്നാണ് നമുക്കിതിൻ്റെ പൂർണ്ണ രൂപം കാണാൻ സാധിക്കുക. നല്ലൊരു മനോഹരമായ സ്ഥലമാണ്. കാരണം ഞാനിവിടെ ഇടുക്കിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ ഈ വാട്ടർഫാൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഒരു പ്രത്യേകതര ആംബിയൻസ് ആണ്. പിന്നെ നമുക്ക് തമിഴ്നാട് കാണാം. നല്ലൊരു പ്രത്യേകത ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് വരുന്ന സഞ്ചാരികൾക്കായിട്ട് ജില്ലാ ടൂറിസം വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ഒരു വാച്ച് ടവർ, ശുചിമുറി, അതുപോലെ തന്നെ എല്ലാവിധമായ വാഹനങ്ങൾക്കുമുള്ള സൗകര്യം എല്ലാം തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. വരുന്നവരോട് അവർക്ക് ഒരൊറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ: പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇട്ട് ഇവിടം നശിപ്പിക്കരുത്. മനോഹരമായ ഈ സ്ഥലത്തേക്ക് കടന്നു വരിക, കാണുക, ആസ്വദിക്കുക. ഇവിടുത്തെ പ്രധാന ഒരു പറയാനായിട്ടുള്ളത് നമ്മുടെ ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടം തന്നെയാണ്. ഇത് കേരളത്തിൽ നിന്ന് ഒഴുകി നമ്മുടെ 3600 അടി താഴ്ച തമിഴ്നാട്ടിലേക്കാണ് ഇത് പതിക്കുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. ഒരു കാലത്ത് ഇവിടം തേക്കടിയിലെ സൂയിസൈഡ് പോയിന്റ് എന്നിവരെ അറിയപ്പെട്ടിരുന്നു. യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ജില്ലാ ടൂറിസം വകുപ്പ് ഏറ്റെടുത്ത് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയാണ് ഇവിടെ സഞ്ചാരികളെ വരവേൽക്കുന്നത്. എല്ലാവരുടെയും പ്രിയപ്പെട്ട ഇടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരും മിസ് ചെയ്യല്ലേ. ജോബിൻ തേക്കടിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്.